രേണുസുതി പിന്നെയും കളം നിറയുകയാണ്. ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ സപ്പോർട്ട് ചെയ്തവരെ കൂടി വെറുപ്പിച്ചു എന്ന പ്രത്യേകത. ഭർത്താവ് അകാലത്തിൽ നഷ്ടപ്പെട്ടുപോയ ഒരു സ്ത്രീ പൊതുസമൂഹത്തിൽ അവർക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നതിനെ എതിർത്തവരും അതിനെ അനുകൂലിച്ചവരും ധാരാളമുണ്ട്. ആ എതിർപ്പുകളുടെ കാണാപ്പുറങ്ങളുടെ സാധ്യത മനസ്സിലാക്കിയതുകൊണ്ടാണ് ബിഗ് ബോസ് അവരെ ക്ഷണിച്ചത്. പക്ഷേ അവർക്കതിനുള്ളിൽ ഒന്നും ചെയ്യാനില്ലായിരുന്നു എന്ന് മാത്രമല്ല, പാതി വഴിയിൽ അവർ ഇറങ്ങിപ്പോരുകയും ചെയ്തു. അതോടെ രേണുസുതി ഫ്ലവറിൽ നിന്നും ഫയർ ആയതായി സ്വയം പ്രഖ്യാപിച്ച് ജീവിക്കാൻ തുടങ്ങി. ധാരാളം ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശിക്കാനും ഉദ്ഘാടനങ്ങൾക്കും ഒക്കെ അവസരം ലഭിച്ചു. അവരെ അനുകൂലിച്ചവർ ഇത് കണ്ട് അഭിമാനിക്കുകയും കയ്യടിക്കുകയും ചെയ്തു. പക്ഷേ അതോടെ അവരുടെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിലങ്ങ് മാറിത്തുടങ്ങി. സ്വന്തമായി ഉണ്ടാക്കിയ പേരും പെരുമയുമല്ലേ മറ്റുള്ളവർക്ക് എന്താ അല്ലേ? പക്ഷേ നമ്മുടെ സിനിമാ മേഖലയിലൊക്കെ പല നടിമാരുടെയും ജീവിതം നശിപ്പിച്ചത് അവരുടെ മദ്യപാനമാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ രേണുസുതി അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയുന്നു, ഞാനും മാജിക് മൂമെൻറ്റിൻ്റെ ആളാണെന്ന്. പറയാതെ വയ്യ രേണു, നിർത്തിക്കോ. നാശത്തിലേക്കാണ് യാത്ര. ഒരാളും ഉണ്ടാവില്ല സഹായിക്കാൻ. പഴയതിനേക്കാൾ അവസ്ഥ മോശമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക.